Hello everyone. Today we are going to discuss about the topic how to tackle the problem of adolescence. നമുക്കറിയാം ഒരു കുട്ടി ജനിച്ച് അവൻ്റെ ഓൾഡ് ഏജ് അറ്റൈൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഡിഫറെൻറ്റ് സ്റ്റേജസിലൂടെയാണ് അവൻ കടന്നു പോകുന്നത്. which includes the prenatal stage, then infancy, childhood, adolescent, and he reaches to adulthood, and finally he reaches to old age. അപ്പോൾ ഈ ഒരു അഡോളസെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പീരീഡാണ്. അഡോളസെൻസ് ഈസ് ദ സ്പാൻ ഓഫ് ഇയേഴ്സ് ഡ്യൂറിങ് വിച്ച് ബോയ്സ് ആൻഡ് ഗേൾസ് മൂവ് ഫ്രം ചൈൽഡ്ഹുഡ് ടു അഡൽട്ട്ഹുഡ്. അതായത് ഒരു കുട്ടി കുട്ടിക്കാലത്തിൽ നിന്നും യുവത്വത്തിലേക്ക് മെൻ്റലി, ഇമോഷണലി, സോഷ്യലി ആൻഡ് ഫിസിക്കലി മൂവ് ചെയ്യുന്ന ഒരു പീരീഡിനെയാണ് അഡോളസെൻസ് പീരീഡ് എന്ന് പറയുന്നത്. ജനറലി ഈ ഒരു അഡോളസെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത് 12 to 19 ഇയേഴ്സിൻ്റെ ഇടയിലുള്ളവരാണ്. അപ്പോൾ ഇതിൽ തന്നെ വിച്ച് ഈസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്സ്. അതായത് 12 to 16 ഇയേഴ്സ് വരെയുള്ളത് ഏർലി അഡോളസെൻ്റ് എന്നും അതേപോലെ 16 to 19 ഇയേഴ്സ് എന്നുള്ളത് ലേറ്റർ അഡോളസെൻ്റ് ആയിട്ട് അഗെയിൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പീരീഡ് ഇറ്റ് ഈസ് ദ സ്പ്രിംഗ് ടൈം ഓഫ് ലൈഫ്, അതായത് ജീവിതത്തിലെ വസന്തകാലം എന്ന് അറിയപ്പെടുന്നു. ഈ ഒരു സമയത്ത് കുട്ടികൾ പലതരത്തിലുള്ള ചലഞ്ചസിലൂടെയാണ് കടന്നു പോകുന്നത്. വിച്ച് ഇൻക്ലൂഡ്സ് പിയർ പ്രഷർ, അതായത് കൂടെയുള്ളവരിൽ നിന്നുണ്ടാവുന്ന പ്രഷർ, അതേപോലെ ഇൻറ്റേർണലി അവർക്കുണ്ടാവുന്ന സ്ട്രെസ്സ്, അതേപോലെ ഒരു പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് കിട്ടാതെയുള്ള ഒരു സിറ്റുവേഷൻ, ഇതൊക്കെ അവരനുഭവിക്കുന്ന ഓരോ ചലഞ്ചസുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യം ഹൗ ടു ടാക്കിൾ ദ പ്രോബ്ലംസ് ഓഫ് അഡോളസെൻസ് ഫേസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെയൊക്കെ നേരിടാം എന്ന കാര്യമാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. അതിൽ വരുന്ന ഫസ്റ്റ് പോയിൻ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ് ഈസ് ടീച്ചേഴ്സ് മസ്റ്റ് പേഷ്യൻറ്റ് ആൻഡ് ടാക്ട്ഫുൾ ഇൻ ഓൾ ദെയർ ഡീലിങ്സ് വിത്ത് അഡോളസെൻസ്. അതായത് കൗമാരക്കാരായ കുട്ടികളുമായി ഇൻട്രാക്റ്റ് ചെയ്യുമ്പോൾ ടീച്ചേഴ്സ് വളരെ ക്ഷമയോടും അതേപോലെ ബുദ്ധിപൂർവമായിട്ട് വേണം അവരോട് പെരുമാറാൻ. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു അഡോളസെൻറ്റിൽ ഉണ്ടാവുന്ന ഒരു കുട്ടി അവർക്കുണ്ടാകുന്ന മെൻ്റൽ സ്ട്രെസ്സ് വളരെ അധികമാണ്. അമേരിക്കൻ സൈക്കോളജിസ്റ്റായ സ്റ്റാൻലി ഹോൾ ഈ ഒരു കാലഘട്ടത്തിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇറ്റ് ഈസ് എ പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, സ്റ്റോം ആൻഡ് സ്ട്രൈഫ് എന്നാണ്. അതായത് ഇതൊരു പിരിമുറുക്കത്തിൻ്റെയും അതേപോലെ സമ്മർദ്ദത്തിൻ്റെയും ഒക്കെ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റിൽ പറയുന്നത് ടീച്ചേഴ്സ് അഡോളസെൻറ്റുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ അവർ വളരെ പേഷ്യൻ്റ് ആയിരിക്കണം എന്നുള്ളത് കാര്യമാണ്. നെക്സ്റ്റ് പോയിന്റ് ഈസ് a broad-minded approach to the needs and sympathetic listening to the problems of adolescence is required from the part of the teacher. ഈ ഒരു സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് ഒരു അധ്യാപകൻ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അവരൊരു വിശാല മനസ്സോടെ ആയിരിക്കണം അവർ കുട്ടികളെ അപ്രോച്ച് ചെയ്യേണ്ട രീതി. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അതേപോലെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനും ആസ് എ ടീച്ചർ അവർക്ക് സാധിച്ചിരിക്കണം. And the third point is the teacher should avoid being authoritarian in their approach and should not have too much expectations. ഇതിൽ പറയുന്നത് കുട്ടികളെക്കുറിച്ച് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഒക്കെ വെച്ച് പുലർത്താതിരിക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ എക്സ്പെക്റ്റേഷൻസിനൊത്ത് അവർക്ക് പലപ്പോഴും ഉയരാൻ പറ്റണമെന്നില്ല. അത് ആസ് എ ടീച്ചർ ഒരുപക്ഷെ അവർക്ക് ആ കുട്ടിയോടുള്ള ഒരു ഇഷ്ടക്കേടിനൊക്കെ കാരണമായേക്കാം. അതുപോലെ തന്നെ ആ ഒരു ടീച്ചർ അതോറിറ്റേറിയൻ, അതായത് അധികാര മനോഭാവത്തോടെ അല്ലാതെ അവരെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മറിച്ച് അവർക്ക് നല്ലൊരു സുഹൃത്തും അതേപോലെ വഴികാട്ടിയും ആവാനാണ് ശ്രമിക്കേണ്ടത്. Then we move to the fourth point. Individual differences of the adolescents must be appreciated and opportunities should be provided to them for the growth of their talents in accordance with their capacities. നമുക്കറിയാം ഓരോ വ്യക്തികളുടെയും കഴിവുകളും അതേപോലെ തന്നെ താല്പര്യങ്ങളും പേഴ്സൺ ടു പേഴ്സൺ മാറിക്കൊണ്ടിരിക്കാം. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ 2 കുട്ടികളെ എടുത്താൽ ഒരു കുട്ടിക്ക് ചിലപ്പോൾ നല്ലോണം പഠിക്കാനായിരിക്കാം കഴിവുണ്ടാവുക, മറ്റൊരു കുട്ടിക്ക് നോൺ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലായിരിക്കാം അവൻ്റെ കഴിവും അതേപോലെ അവനിക്ക് താല്പര്യവും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടികളുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസസിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അവരുടേതായ ടാലൻസിനെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കണ്ടെത്തുക. നെക്സ്റ്റ് അതിനെ പരിപോഷിപ്പിക്കാനുള്ള ഡിഫറെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ആൻഡ് ദ ഫിഫ്ത്ത് പോയിന്റ് ഈസ് പ്രൊവൈഡ് സ്യൂട്ടബിൾ എൻവയോൺമെൻറ്റ് ഇൻ സ്കൂൾ ഫോർ ദെയർ ഫിസിക്കൽ, ഇമോഷണൽ ആസ് വെൽ ആസ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. അങ്ങനെയുള്ളൊരു സ്കൂൾ അന്തരീക്ഷമായിരിക്കില്ല അവർക്ക് വേണ്ടത്. അവരുടെ ഉള്ളിലെ ഓരോരോ ഇമോഷൻസിനെയും നല്ല രീതിയിൽ തുറന്നുവിടാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് മാക്സിമം സഹായിക്കേണ്ടതുണ്ട്.
ഇതിൽ പറയുന്നത് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് സ്കൂളുകളിൽ അവസരങ്ങൾ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അവരുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, അതായത് ശാരീരിക വികസനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. വിച്ച് ഇൻക്ലൂഡ്സ് ദ ആക്ടിവിറ്റീസ് സച്ച് ആസ് സ്പോർട്സ്, ഗെയിംസ്, ജിംനാസ്റ്റിക്സ് ആൻഡ് അതർ ആക്ടിവിറ്റീസ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സ്കൂളുകളിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇതിനോടൊപ്പം ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് മാത്രം പോരാ, ഇമോഷണൽ ഡെവലപ്മെൻറ്റ് സ്ട്രെങ്തൻ ചെയ്യുന്ന ആക്ടിവിറ്റീസിലും അവരെ ഉൾപ്പെടുത്തണം. അതിൽ തന്നെ പറയുന്നുണ്ട്, ദർ ഈറ്റിംഗ് ഹാബിറ്റ്സ്, ക്ലീൻലിനെസ്, പേഴ്സണൽ ഹൈജീൻ, ഫിസിക്കൽ എയിൽമെൻറ്റ് എക്സെട്ര ഷുഡ് ബി ചെക്ക്ഡ് അപ്പ് റെഗുലർലി. ഇതിൽ കുട്ടികളുടെ ഭക്ഷണശീലങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതേപോലെ അവർ വൃത്തിയോടെയും വെടിപ്പോടെയും കൂടിയാണോ നടക്കുന്നത്, ഫിസിക്കൽ എയിൽമെൻറ്റ് അതായത് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം അഡോളസെൻ്റ് ആയിട്ടുള്ള കുട്ടികളുടെ ഫുഡ് ഹാബിറ്റ്സ് എടുത്തു നോക്കിയാൽ ജനറലി അവർ പ്രിഫർ ചെയ്യുന്നത് ജങ്ക് ഫുഡ്സ് ആയിരിക്കാം ഓവർ ട്രഡീഷണൽ ഫുഡ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള ജങ്ക് ഫുഡ്സിൻ്റെ കൺസംഷൻ ഒരു ഹാബിറ്റായി കുട്ടികളിൽ മാറാതിരിക്കാൻ വേണ്ടി ഒരു പരിധിവരെ അത്തരത്തിലുള്ള ഫുഡ് സ്കൂളുകളിൽ അലൗ ചെയ്യാതിരിക്കുക. ആൻഡ് ദ 6th one ഈസ് മേക്ക് പ്രൊവിഷൻ ഫോർ ഫിസിക്കൽ എക്സസൈസ് ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇൻ സ്കൂൾ കരിക്കുലം. എന്തെങ്കിലും തരത്തിലുള്ള കായിക പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ഫിസിക്കൽ എക്സസൈസിനൊക്കെ വേണ്ടിയുള്ള അവസരങ്ങൾ സ്കൂളുകളിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ ഓർഗനൈസേഷൻ ഓഫ് ഗെയിംസ് ആൻഡ് സ്പോർട്സ് വിൽ ഇനേബിൾ ദ അഡോളസെൻറ്റ് ടു ചാനലൈസ് ഹിസ് എക്സസീവ് എനർജി. നമുക്കറിയാം അഡോളസെൻറ്റിലുള്ള ഒരു കുട്ടിയുടെ എനർജി ലെവൽ എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ലെവലിലാണ്. അവരുടെ ബോഡിയിൽ ഈ ഒരു എക്സസീവ് എനർജി ഉള്ളതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് അഡ്വഞ്ചറസ് ഒക്കെ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കാണിക്കാൻ അവർ താല്പര്യം കാണിക്കും. അപ്പോൾ സ്കൂളുകളിൽ വിവിധതരം ഗെയിംസ് അതേപോലെ സ്പോർട്സൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ ഈ ഒരു എക്സസീവായിട്ടുള്ള എനർജി അവർ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ദ 7th point ഈസ് റെൻഡർ പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ സോ ദാറ്റ് ദേ വിൽ ഡെവലപ്പ് ഹെൽത്തി റിലേഷൻഷിപ്പ് ആൻഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ഓപ്പോസിറ്റ് സെക്സ്. സെക്സ് എഡ്യൂക്കേഷൻ അഥവാ ലൈംഗിക വിദ്യാഭ്യാസം ഏറ്റവും പ്രോപ്പറായിട്ടുള്ള മാനറിൽ വളരെ എഫക്റ്റീവായ രീതിയിൽ ലഭിക്കേണ്ട ഒരു കാലഘട്ടമാണ് അഡോളസെൻ്റ് പീരീഡ് എന്ന് പറയുന്നത്. ഈ ഒരു പീരീഡിൽ കുട്ടികൾ പലപ്പോഴും ഫ്രണ്ട് സർക്കിളിൽ പല പല കാര്യങ്ങളും പറഞ്ഞും ഡിസ്കസ് ചെയ്തും അവരുടേതായ ഓരോ അനുമാനത്തിലും കൺക്ലൂഷൻസിലേക്കും എത്തിപ്പെടാറാണ് പതിവ്. പക്ഷെ അവരെത്തിപ്പെടുന്ന പല കൺക്ലൂഷൻസും തെറ്റായ ധാരണയായിരിക്കും അവരുടെ മനസ്സിലുണ്ടാക്കുന്നത്. ഇത് അവർ ഓപ്പോസിറ്റ് സെക്സിലുള്ള കുട്ടികളുമായുള്ള പല തെറ്റിദ്ധാരണയും വെച്ച് പുലർത്തുന്നതിന് ഇടയാക്കുന്നു. ഗ്രാജുവലി ഇത് അവരുടെ ഇമോഷണൽ ഡെവലപ്മെൻറ്റിനെ വരെ വലിയ തോതിൽ ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ നിർബന്ധമായും സ്കൂളുകളിൽ കൊടുക്കണം. ഈ ഒരു സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആൺകുട്ടികൾക്കും ആസ് വെൽ ആസ് പെൺകുട്ടികൾക്കും പരസ്പരം ഓപ്പോസിറ്റ് സെക്സിനോട് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്നതായിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സെക്സ് എഡ്യൂക്കേഷൻ. ദെൻ വി മൂവ് ടു ദ 8th point which is provide ample opportunities to express their opinions and consider them with due importance. അവരുടെ അഭിപ്രായങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയുള്ള അവസരങ്ങൾ അവർക്ക് കൊടുക്കണം. നമ്മൾ അഡോളസെൻസിലിരിക്കുന്ന കുട്ടികളെ എടുത്തു നോക്കിയാൽ മനസ്സിലാവും എന്ത് കാര്യത്തിനെ കുറിച്ചാണെങ്കിലും അവർക്ക് പറയാനൊരു അഭിപ്രായം ഉണ്ടാവും. അത് ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. പക്ഷേ ആ ഒരു അഭിപ്രായം ഒരു രീതിയിലും അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റാതെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ അവർ ഉൾവലിന് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രൊവൈഡ് ദം ഓപ്പർച്യൂണിറ്റീസ് ടു എക്സ്പ്രസ് ദെയർ ഒപ്പീനിയൻ. ആൻഡ് ദ 9th point ഈസ് their emotions should be properly trained and divert the pent-up emotional energy towards constructive ends. അഡോളസെൻസിൻ്റെ പല വികാരങ്ങളും അടിച്ചമർത്തപ്പെട്ട അവസ്ഥയിലാണ്. കാരണം അവർക്ക് അവരുടെ ഇമോഷൻസ് പ്രോപ്പറായിട്ടുള്ള മാനറിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും അവസരം കിട്ടാറില്ല. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അതോറിറ്റേറിയൻ കൺസെപ്റ്റിലുള്ള ഒരു സ്കൂൾ അന്തരീക്ഷമാണെങ്കിൽ കുട്ടികൾക്ക് എന്ത് ചെറിയ കാര്യമായിക്കോട്ടെ അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊരു ഉൾഭയമായിരിക്കും. അങ്ങനെയുള്ളൊരു സ്കൂൾ അന്തരീക്ഷമായിരിക്കരുത് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അവരുടെ ഉള്ളിലെ അടക്കി വെച്ച ഇമോഷൻസിനെ നല്ല രീതിയിൽ തുറന്നു വിടാൻ വേണ്ടി ടീച്ചേഴ്സ് സഹായിക്കണം. ആൻഡ് ദ 10th point ഈസ് they should be provided with varying learning experiences and co-curricular activities considering individual needs and interests. അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള പഠനാനുഭവങ്ങൾ കൊടുക്കണം. ഓരോ കുട്ടിയുടെയും ആവശ്യങ്ങളും താല്പര്യങ്ങളും ഡിഫറെൻ്റ് ആയിരിക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോ കരിക്കുലർ ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ.
The 11th point is their gregarious instinct has to be satisfied by providing opportunities and encouragement for making friendship with age mates. എന്താണ് ഈ ഗ്രിഗേറിയസ് ഇൻസ്റ്റിങ്ക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ അഡോളസെൻസ് ആയിട്ടുള്ള കുട്ടികളെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അവർക്ക് പലപ്പോഴും കൂട്ടം കൂടി ജീവിക്കുന്നതിനാണ് താല്പര്യം. അല്ലാതെ ഒരു ഐസൊലേറ്റഡ് ആയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് അത്ര താല്പര്യം കാണില്ല. എപ്പോഴും അവരുടെ ഒരു ഫ്രണ്ട് സർക്കിളിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നത് അവരുടെ കുറ്റമായി നമ്മൾ കാണാൻ വേണ്ടി പാടില്ല. മറിച്ച് ഇതൊരു അഡോളസെൻ്റ് പീരീഡിൽ അവർക്കുണ്ടാകുന്ന ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വേണം ഇത് നമ്മൾ എടുക്കാൻ. ഇതൊക്കെ ടീച്ചേഴ്സ് കൺസിഡർ ചെയ്തുകൊണ്ട് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസൊക്കെ കൊടുത്തുകൊണ്ട് അതിലൂടെ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുക. The 12th point is provide them religious and moral education that will help to reduce restlessness, indiscipline, dishonesty and aimlessness among the youth. മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം, അതേപോലെ തന്നെ മോറൽ എഡ്യൂക്കേഷൻ, അതായത് ഏതൊരു കാര്യത്തിൻ്റെയും ശരിയായ വശം എന്താണ്, തെറ്റായ വശം എന്താണ്, ഇതൊക്കെ കുട്ടികളിൽ പഠിപ്പിച്ചു കൊടുക്കുക. ഇതൊക്കെ പഠിപ്പിക്കുന്നതിലൂടെ കുട്ടികളിൽ നല്ല ഡിസിപ്ലിൻ ഉണ്ടാവാനും അതേപോലെ സത്യസന്ധത, ആത്മാർത്ഥത ഇതൊക്കെ വാർത്തെടുക്കുവാനും ഈ ഒരു റിലീജിയസ് ആൻഡ് മോറൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ സാധിക്കുന്നതാണ്. The next 13th point is provide vocational education to those who are worried for acquiring self-sufficiency in economic aspect. വൊക്കേഷണൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ തൊഴിൽപരമായ വിദ്യാഭ്യാസം നിർബന്ധമായും കുട്ടികളിൽ കൊടുക്കണം. കുട്ടികളിൽ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായി വരുമാനം കണ്ടെത്തുന്നതിനുള്ള ഒരു ഇമ്പോർട്ടൻസ് എത്രമാത്രമാണെന്ന് ബേസിക്കലി അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. വൊക്കേഷണൽ എഡ്യൂക്കേഷന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കരിക്കുലം ആയിരിക്കണം ഓരോ സ്കൂളിലും വേണ്ടത്. ആ ഒരു പോയിന്റിൽ തന്നെ പിന്നെ പറയുന്നുണ്ട്, ഓറിയൻറ്റേഷൻ ഷുഡ് ബി ഗിവൺ ഓൺ ദ ബേസിസ് ഓഫ് പേഴ്സണൽ ഇൻട്രസ്റ്റ്സ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്സ്. എല്ലാവർക്കും ഒരേപോലെയുള്ള വൊക്കേഷണൽ ഗൈഡൻസ് അല്ല കൊടുക്കേണ്ടത്. മറിച്ച് കുട്ടികളുടെ ഇൻട്രസ്റ്റ് എന്താണ്, ആപ്റ്റിറ്റ്യൂഡ് എന്താണ് എന്നൊക്കെ കറക്റ്റ് മനസ്സിലാക്കി അതിൻ്റെ ബേസിലായിരിക്കണം ഈ ഒരു വൊക്കേഷണൽ ഗൈഡൻസ് കൊടുക്കേണ്ടത്. The last point, the 14th one is give them personal, educational and vocational guidance that should be a continuous process throughout the educational life. അഡോളസെൻസിന് വ്യക്തിപരമായതും അതേപോലെ വിദ്യാഭ്യാസപരമായതും അതിൻ്റെ കൂടെ തൊഴിൽപരവുമായിട്ടുള്ള ഗൈഡൻസ് വേണം കൊടുക്കാൻ. ഈ ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് ആയിരിക്കണം. അത് അവരുടെ ത്രൂ ഔട്ട് അവരുടെ എഡ്യൂക്കേഷണൽ ലൈഫിൽ ഉപകാരപ്പെടുന്നതായിരിക്കണം ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ. ഇപ്പോൾ നമ്മളിവിടെ ടോട്ടലി ഒരു 14 പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു അഡോളസെൻസിലുള്ള കുട്ടി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ നമുക്ക് നേരിടാൻ പറ്റുക എന്നതിനുള്ള ഒരു സൊല്യൂഷനായിട്ട് 14 പോയിൻറ്റ്സ് ഇവിടെ പറഞ്ഞു. ഇനി ലാസ്റ്റ് വൺ ഇതിനോട് കൺക്ലൂഷനായിട്ട് പറയാനുള്ളത്, ടാക്ലിംഗ് ദ പ്രോബ്ലം ഓഫ് അഡോളസെൻസ് റിക്വയർഡ് അണ്ടർസ്റ്റാൻഡിംഗ്, ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് ഫ്രം പാരൻസ്, ടീച്ചേഴ്സ് ആൻഡ് സൊസൈറ്റി. അഡോളസെൻസ് അഭിമുഖീകരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നേരിടുന്നതിന് പാരൻസിൽ നിന്നും ടീച്ചേഴ്സിൽ നിന്നും അതേപോലെ തന്നെ സമൂഹത്തിൽ നിന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും സപ്പോർട്ടും ഒക്കെ ആവശ്യമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് പ്രോപ്പറായി കിട്ടിയാൽ they can grow into responsible, confident and healthy adults. അവരെ നാളത്തെ ഉത്തരവാദിത്വമുള്ള ആത്മാർത്ഥതയുള്ള ഹെൽത്തി അഡൾട്ട്സായി നമ്മുടെ രാജ്യത്തിനു വേണ്ടി വാർത്തെടുക്കുവാൻ നമുക്ക് സാധിക്കും. Thank you for listening.